ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ക്രിപ്റ്റോ മാർക്കറ്റ് അനാലിസിസ് ആണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ് മാർക്കറ്റ് കണ്ടീഷൻ, അതനുസരിച്ച് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ച്, ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനലിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ആദ്യം ക്രിപ്റ്റോ എന്ന് തന്നെ തുടങ്ങാം. നമ്മുടെ ക്രിപ്റ്റോയിൽ ബിറ്റ്കോയിനിൽ നിന്ന് തന്നെ തുടങ്ങാം. ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 95,000 USD ആണ്. പലർക്കും വളരെ ബോറായിട്ട് തോന്നും. കാരണം കുറച്ച് നാളായിട്ട് ഏകദേശം നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു നവംബർ 2024 പകുതി മാസം തൊട്ട് ഏകദേശം ഇപ്പോഴത്തെ മാസം വരെ ഏകദേശം മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഹൈ ട്രെൻഡാണ്. പക്ഷേ സൈഡ് വേസ് എന്ന രീതിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പലർക്കും എങ്ങോട്ടാണ് ഇനി അടുത്തൊരു ഡയറക്ഷൻ എന്ന് പലർക്കും അറിയില്ല. അതുകൊണ്ട് എല്ലാവരും വെയിറ്റിംഗ് ആണ്. പക്ഷേ ഈ ഒരു അവസരത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ഞാൻ ഈ ഒരു വീഡിയോ വ്യക്തമായിട്ട് പറയുന്നതായിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് നോക്കുക. ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഹൈ ട്രെൻഡിൽ തന്നെയാണ്. ഇവിടെ നിന്ന് പെട്ടെന്നൊരു മാർക്കറ്റ് ക്രാഷ് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ബിറ്റ്കോയിനും അതോടൊപ്പം തന്നെ ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസും ഡൗൺ എന്ന രീതിയിലോട്ട് വീഴുന്നതായിരിക്കും. പക്ഷേ ഇവിടെ ഗോൾഡിൻ്റെ പ്രൈസ് സൈഡ് വേസ് ആണ്. ഒരു 6 മാസം സൈഡ് വേസ് തന്നെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ്റെ പ്രൈസും അതേ കണ്ടീഷനിലായിരിക്കും. പക്ഷേ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ്, ഇപ്പോൾ എക്സ്ചേഞ്ചിൽ എന്തെങ്കിലും ഹാക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ പെട്ടെന്ന് മാർക്കറ്റ് എന്ന് പറയുന്ന ക്രിപ്റ്റോയ്ക്ക് മാത്രമായിട്ട് സ്പെഷ്യലായിട്ട് ഡൗൺ എന്ന രീതിയിലോട്ട് വീഴുന്നതായിരിക്കും. ഇപ്പോൾ ബൈനാൻസ് എക്സ്ചേഞ്ച് വന്നിട്ട് നാളെ ഹാക്ക് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ BNBയുടെ പ്രൈസ് അതുപോലെ തന്നെ ക്രിപ്റ്റോയിലും മറ്റുള്ള പ്രോജക്റ്റിൻ്റെ പ്രൈസും ഡൗൺ എന്ന രീതിയിലോട്ട് വേണമെങ്കിൽ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം FTX എക്സ്ചേഞ്ചിൻ്റെ മുമ്പുള്ള ഇഷ്യൂ നിങ്ങൾക്കറിയാം. FTX എക്സ്ചേഞ്ച് കൊളാപ്സുമായി ബന്ധപ്പെട്ട് മാർക്കറ്റ് എന്ന് പറയുന്ന നല്ല രീതിയിൽ ക്രിപ്റ്റോ ക്രാഷ് എന്ന രീതിയിലോട്ട് മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. FTX എക്സ്ചേഞ്ച് അതുപോലെ തന്നെ പലർക്കും റീഫണ്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് പ്രൊസീജിയർ ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും തന്നെ അവരുടെ ഫസ്റ്റ് റീഫണ്ട് എന്ന രീതിയിൽ 50,000 USDക്ക് താഴെ ആരൊക്കെ അക്കൗണ്ടിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാം തന്നെ പേ ഔട്ട് കൊടുത്തിട്ടുണ്ട്. പലരും എനിക്ക് കിട്ടിയതിൻ്റെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത റീഫണ്ട് ഡേറ്റ് എന്ന് പറയുന്നത് അവർ ഉടനെ തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് റീഫണ്ടിൽ തന്നെ മിക്കവർക്കും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ബിറ്റ്കോയിൻ്റെ അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഫോക്കസ് ചെയ്യാനുള്ളത് എതീരിയമാണ്. കഴിഞ്ഞ വീഡിയോ എൻ്റെ ഒരു വിഷൻ അതുപോലെ തന്നെ എന്താണ് എതീരിയത്തിന് എൻ്റെ ഒരു അഭിപ്രായം എല്ലാം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എതീരിയത്തിൻ്റെ അകത്ത് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടുതലായിട്ട് വന്നിട്ട് ബൈ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ബൈബിറ്റ് എക്സ്ചേഞ്ച് എന്നാണ് തോന്നുന്നത്. അവരുടെ ഹോട്ട് വാലറ്റിലോട്ട് ഏകദേശം 100 ബില്യൺ USD ബൈ ചെയ്തതായിട്ട് എന്തോ ഒരു ട്വീറ്റോ മെസ്സേജോ ഒരു കോയിൻ ടെലിഗ്രാഫിൽ എന്തോ ന്യൂസ് എൻ്റെ കണ്ടതായിട്ടൊരു ഓർമ്മയുണ്ട്. ഓക്കെ, അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും വ്യക്തമായിട്ട് പറഞ്ഞത്. പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവട്ടെ, പഴയ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവട്ടെ, അതുപോലെ തന്നെ വെയിൽസ് ആവട്ടെ, അവരെല്ലാം ഉറപ്പായിട്ട് അടുത്ത് ടാർഗറ്റ് ചെയ്യുന്നത് എതീരിയമായിരിക്കും. കാരണം എതീരിയത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ബെസ്റ്റ് റേഞ്ചിലാണ് നിൽക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം. കാരണം അവർക്ക് ഈ ഒരു പ്രൈസിൽ ബൈ കിട്ടി കഴിഞ്ഞാൽ അടുത്ത് അവർക്ക് ഏകദേശം ഒരു 300%, 400% ഈസി ആയിട്ട് അവരുടെ ഫണ്ട് എന്ന് പറയുന്നത് അവർക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി വളരെ ഈസിയാണ്. അതുകൊണ്ട് ഈ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് വന്നിട്ട് വലിയ എമൗണ്ട് ബൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ റിസ്ക് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ള ക്രിപ്റ്റോ പ്രോജക്റ്റ് നോക്കുന്നതായിരിക്കും. പക്ഷേ എതീരിയം എത്ര പ്രൈസ് വരെ പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 USD പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 10,000 USD ഒക്കെ നമ്മുടെ എതീരിയത്തിൻ്റെ പ്രൈസ് ടച്ച് ആവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു പ്രൈസിൽ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ എതീരിയത്തിൻ്റെ ഭാഗത്തിൽ നിന്ന് ഇതേ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ ഉറപ്പായിട്ട് അവർ 10,000 USD വരെ വേണമെങ്കിൽ മാർക്കറ്റ് കൊണ്ടുപോകാം. പക്ഷേ നിങ്ങളുടെ ഒരു 1000 USD ഉണ്ട്, 1000 USD വെച്ചിട്ട് ഈ ഒരു പ്രൈസിൽ 2,600 വന്നിട്ട് നിങ്ങൾ എതീരിയം ബൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് ക്രാഷിലോട്ട് വരികയാണെങ്കിൽ 1,800 1,500 വരെ നമ്മുടെ എതീരിയത്തിൻ്റെ പ്രൈസ് ഡൗണിലോട്ട് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 1000 USD ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ആവറേജ് ബൈ എന്ന രീതി ഒരു 300 USDക്കൊക്കെ വേണമെങ്കിൽ ഈ ഒരു പ്രൈസിൽ വേണമെങ്കിൽ ബൈ ചെയ്യാം. അടുത്ത് 2,000 USD നമ്മുടെ എതീരിയത്തിൻ്റെ വീഴുന്ന ടൈം നിങ്ങൾക്ക് വീണ്ടും 300 USDക്ക് അല്ലെങ്കിൽ 400 USDക്ക് വേണമെങ്കിൽ വീണ്ടും ബൈ ചെയ്യാം. ആവറേജ് ബൈ മാത്രം ഫോക്കസ് ചെയ്യുക. അതുകൊണ്ട് മൊത്തം എമൗണ്ട് വെച്ചിട്ട് എതീരിയം ബൈ ചെയ്യരുത്. ഓക്കെ, ഇനി അടുത്ത ബൈ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു CET. ഇപ്പോഴത്തെ പ്രൈസിൽ ബൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആവറേജ് ബൈ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ XRP ഹൈ ട്രെൻഡിലാണ് നിൽക്കുന്നത്. ETF ഒരു ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് XRP ഹൈ എന്ന രീതിയിലൊന്നും ചേഞ്ച് ആയിട്ടില്ല. പക്ഷേ ബിറ്റ്കോയിൻ്റെ പ്രൈസ് പുതിയൊരു ഹൈയിലോട്ട് പോവുകയാണെങ്കിൽ ആൾട്ട് കോയിൻസിൽ അടുത്ത ഒരു പുതിയ ഹൈ ആദ്യം ടച്ച് ചെയ്യാൻ പോകുന്നത് XRP ആയിരിക്കും. കാരണം XRP എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനി അടുത്ത സൊളാന പലരും കേട്ടിട്ടുണ്ടായിരുന്നു ബൈ ചെയ്യാമോ, 158 USD ആയിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വെയിറ്റ് ചെയ്യുക. 120 140 വരികയാണെങ്കിൽ ഇതുവരെ ബൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ആവറേജ് ബൈ ഒരു 30 USD 40 USDക്കൊക്കെ വേണമെങ്കിൽ ബൈ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്.
സൊളാനയുടെ പ്രൈസ് 140 120 വരികയാണെങ്കിൽ. കാരണം FTX റീഫണ്ടൊക്കെ ചെയ്തപ്പോൾ സൊളാനയ്ക്ക് കുറച്ചുകൂടി പോസിറ്റീവ് ന്യൂസ് എന്ന രീതിയിലോട്ട് ഫോർമാറ്റൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് സൊളാന എന്ന് പറയുന്നത് FTX നിന്ന് ഫണ്ട് കിട്ടിയിട്ടുള്ളവർ കൂടുതൽ പേരും വീണ്ടും വന്നിട്ട് ബൈ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അടുത്ത് കാർഡിനോ എന്ന് പറയുന്നത് ഏകദേശം ഇപ്പോഴത്തെ റിസ്ക് എന്ന് പറയുന്നത് 0.73 ആണ്. നേരത്തെ 0.60 0.55 ബൈ കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് 0.28 അതുപോലെ തന്നെ 0.30 വരുന്ന ടൈം നിങ്ങൾക്ക് കാർഡിനോ വീണ്ടും വേണമെങ്കിൽ USD മാർക്കറ്റ് റേഞ്ചാണ് ഞാൻ പറഞ്ഞത്, വേണമെങ്കിൽ ബൈ ചെയ്യാം. ഏകദേശം കാർഡിനൊക്കെ ആദ്യം ഞാൻ ബൈ എടുക്കാൻ വേണ്ടി പറഞ്ഞത് ₹1.50 ₹1.60 INR ബൈ എടുക്കാൻ വേണ്ടി പറഞ്ഞത്. ഇപ്പോഴത്തെ പ്രൈസ് തന്നെ നോക്കുക, ഏകദേശം $1 ഒക്കെ ഈസി ആയിട്ട് പോയി. അതിന് മുമ്പ് തന്നെ കാർഡിനോ പലർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇനി വെർജ് എന്ന് പറയുന്ന പ്രോജക്റ്റ് നിങ്ങൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വേണമെങ്കിൽ ബൈ എടുക്കാവുന്നതാണ്. 0.006 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെർജ് രണ്ട് സൈക്കിൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. രണ്ട് സൈക്കിളിലും നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത മൂന്നാമത്തെ സൈക്കിളിൽ പ്രോഫിറ്റ് വരണമെങ്കിൽ നിങ്ങൾക്ക് ആവറേജ് ബൈ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സെം അല്ലെങ്കിൽ നെം എന്ന് പറയുന്ന പ്രോജക്റ്റ് വേണമെങ്കിലും ബൈ സ്റ്റാർട്ട് ചെയ്യാം 0.21. പക്ഷേ ഇതെല്ലാം 100% റിസ്ക് ആണ്. കാരണം റിസ്ക് റിവാർഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റിസ്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഏത് കോയിൻ ഇനി ക്രിപ്റ്റോയിൽ ബൈ ചെയ്തിരുന്നാലും 100 to 150% റിസ്ക് ആണ്. ഓക്കെ, ആ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം വന്നിട്ട് ബൈ ചെയ്യുക. ഓക്കെ, ഡിഗി ബൈറ്റും ഏകദേശം 0.0078 ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ വന്ന് ബൈ ചെയ്യാവുന്നതാണ്. ഇനി ബിറ്റ്ഗെറ്റ് ടോക്കൺ പലരും കേട്ടിട്ടുണ്ടായിരുന്നു. ബിറ്റ്ഗെറ്റ് ടോക്കണും KCS ടോക്കൺ കുക്കോയിൻ്റെ ടോക്കണും അതെനിക്ക് തോന്നുന്നു $12 ആണ്. നിങ്ങൾക്ക് ഇത് രണ്ടും വേണമെങ്കിൽ ബൈ എടുക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ AscendEX എക്സ്ചേഞ്ചിൻ്റെ ASD ടോക്കൺ CET, പിന്നെ ഗേറ്റ് ടോക്കൺ ബൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റ് ടോക്കൺ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. $2.5 $3 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ $26 വരെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ $22 ആണ് ഗേറ്റ് ടോക്കൺ നിൽക്കുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് ലോങ് ടൈം ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഈസി ആയിട്ട് പ്രോഫിറ്റ് കിട്ടുന്നതായിരിക്കും. ഹെബ്ബാർ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആവറേജ് ബൈ സ്റ്റാർട്ട് ചെയ്യാം. ഇനി അടുത്ത് നമ്മുടെ പോളിഗൺ അല്ലെങ്കിൽ മാറ്റിക് 0.28 ആണ്. ജിയോ കോയിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ 100% പെട്ടെന്ന് ഹൈയിലോട്ട് വേണമെങ്കിൽ ട്രെൻഡ് വേണമെങ്കിൽ ചേഞ്ച് ആകാം. അതുകൊണ്ട് റിസ്ക് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ഉണ്ട്. പോളിഗൺ മാറ്റിക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബൈനാൻസ് എക്സ്ചേഞ്ചിൽ നിന്ന് ഡീലിസ്റ്റ് ചെയ്ത ടൈം തന്നെ അത് 100% ഡൗൺ എന്ന രീതിയിലോട്ട് പെട്ടെന്ന് വീഴുകയാണ്. ബൈനാൻസ് ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് ഡീലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് ഹൈയിലോട്ട് പോകാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഓക്കെ, ഇനി അടുത്ത ആർബിട്രം 0.44 ആണ്. താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് ഫാൻഡം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോജക്റ്റാണ്. ഇത് സോണിക് നെറ്റ്വർക്കിലോട്ട് കൺവേർട്ട് ആയിട്ടായി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നെയിമെല്ലാം ചേഞ്ചായി മാറുന്നതായിരിക്കും. അതുകൊണ്ട് പാനിക് ആവേണ്ട ആവശ്യമില്ല. 100% ഡൗണിൽ വന്നിട്ട് കണ്ടോ വീണ്ടും ഏകദേശം 0.84 നമ്മുടെ ഫാൻഡത്തിൻ്റെ പ്രൈസ് വന്നു. അടുത്ത് CRO നമുക്ക് പെട്ടെന്ന് പ്രോഫിറ്റ് എന്ന പ്രോജക്റ്റാണ്. 0.85 ആണ്. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാവുന്നതാണ്. ക്രോൺസ് എന്ന് പറയുന്ന ഒരു എക്സ്ചേഞ്ചിൻ്റെ പ്രോജക്റ്റാണ്. ഇനി അടുത്ത് നമ്മുടെ ജാസ്മിയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 0.20 ആണ്. ജുപ്പിറ്റർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, KCS ഇതാ കിടക്കുന്നു. KCS കുക്കോയിൻ ഏകദേശം $12 തന്നെയാണ്. $12 നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ രണ്ടെങ്കിലും ബൈ ചെയ്ത് വെക്കുക. കാരണം ഞാൻ BNB ഒക്കെ മുമ്പ് ബൈ എടുക്കാൻ വേണ്ടി പറഞ്ഞത് $23 $25 ഒക്കെയാണ്. ഇപ്പോഴത്തെ പ്രൈസ് നോക്കുക, $650 ഇപ്പോൾ റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് താല്പര്യമുള്ളവർ ട്രൈ ചെയ്യുക. ഇനി കേക്ക് $1 റേഞ്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 100% പ്രോഫിറ്റ് പോയിട്ട് ഇപ്പോൾ 2.38 ആണ് നിൽക്കുന്നത്. അയോട്ട 0.21 ആണ്. ആവറേജ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം 0.21 0.14 ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയോട്ട ബൈ ചെയ്യാം. അതിനുശേഷം 0.40 പോയി, അതിനുശേഷം വീണ്ടും 0.10 വന്നു, അതിനുശേഷം 0.60 പോയി. രണ്ട് സൈക്കിളിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് വന്ന പ്രോജക്റ്റാണ് അയോട്ട എന്ന് പറയുന്നത്. അടുത്ത് മൂന്നാമത്തെ സൈക്കിളാണ് ആവറേജ് ബൈ. അതുകൊണ്ട് താല്പര്യമുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് നമ്മുടെ ഡാഷൊക്കെ പ്രൈസ് കുറച്ച് കൂടുതലാണ്, $25 ഒക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും പറയാത്തത്. ബാറ്റിൻ സിലിക്കയും ഞാൻ ഓൾറെഡി പല വീഡിയോ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവറേജ് ബൈ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി ETHW 1.83 ആയിട്ടുണ്ട്. ഒരു 10 എണ്ണമെങ്കിലും അല്ലെങ്കിൽ ഒരു 5 എണ്ണമെങ്കിലും ബൈ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക ETHW. അതുപോലെ തന്നെ റിസർവ് റൈറ്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ലോങ് ടൈമിന് 0.0082 ആണ്. നിങ്ങൾക്ക് ഒരു 20 അല്ലെങ്കിൽ $30 വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ടോൺ കോയിൻ 3.72 ആണ്. $1.5 ടോൺ കോയിൻ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. നമ്മുടെ ടെലിഗ്രാം ചാനലുമായി ബന്ധപ്പെട്ട
പ്രോജക്റ്റാണ്. അതുകൊണ്ട് അത് നല്ല രീതിയിൽ ബൂം ആവാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണെന്ന് പല വീഡിയോസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോൺ കോയിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് കൂടുതലാണ് ഈ ഒരു പ്രൈസ് റേഞ്ച്. പക്ഷേ ഇത് വീഴുകയാണെങ്കിൽ $1 അടുപ്പിച്ച് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ എടുക്കാവുന്നതാണ്. ഇനി ഫയൽ ടോക്കൺ $3 നിങ്ങൾക്ക് ഇപ്പം ബൈ ചെയ്യാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫയൽ ടോക്കൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ സ്റ്റാർട്ട് ചെയ്യാം. ഫയൽ ടോക്കണൊക്കെ ഇതിനു മുമ്പും പലതവണ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ഫയൽ ടോക്കണൊക്കെ ഏകദേശം $2 $3 പറഞ്ഞതിന് ശേഷം അത് എത്ര വരെ പോയിട്ടുണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ഫയൽ ടോക്കണൊക്കെ ഉണ്ടോ $12 വരെ പോയിട്ടുണ്ടായിരുന്നു. ഈസി ആയിട്ട് $12 വരെ പോയിട്ടുണ്ടായിരുന്നു. ഫയൽ ടോക്കൺ പക്ഷേ ഞാൻ ഹൈ ആവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2022 ഹൈ ആവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ. പക്ഷേ 2022 മാർക്കറ്റ് ഹൈ ആയില്ല. 2024 മാർച്ചിലാണ് മാർക്കറ്റ് $12 ടച്ച് ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻ വീണ്ടും അതേ സെയിം സപ്പോർട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഫയൽ ടോക്കൺ അതിനു മുമ്പേ പലർക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതേ പ്രൈസ് റേഞ്ചിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.